BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവമല്ലേ അച്ഛാ? ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. ഫോൺ 04862 222 314. നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282. ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം. വരൂ, മെയ് 10 മുതൽ 16 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തൊടുപുഴ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എയർ കണ്ടീഷൻ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 29 വർഷത്തെ പ്രവർത്തന പരിചയവും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ മികച്ച സർവീസും ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. Maharani Wedding Collections, the classic bridal world. സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം. ബാക്ക് ടു സ്കൂൾ അറ്റ്ലസ് ഒരുക്കുന്ന വൻ ഓഫറുകൾ. അറ്റ്ലസ് കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃപ്രയാർ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിഷയത്തെ വിതരണം സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവർ ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. കഴിഞ്ഞ ദിവസം നിര്യാതനായ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ TM എബ്രാഹിമിന്റെ സംസ്കാരം തൊടുപുഴ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നടന്നു. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിക്കുന്നു. കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് തിരിച്ചുവരുന്ന വിഷയം ഇപ്പോൾ പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
അത് സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തിന് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ത്യയിലും കാറ്റ് മാറി വീശുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. കേരളത്തിൽ 110 നിയോജകമണ്ഡലങ്ങൾക്ക് UDF-നാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. ഇടുക്കിയിലും ശ്രീ ഡീൻ കുര്യാക്കോസിന് നല്ല വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ കേരള കോൺഗ്രസിൻ്റെ ശക്തിയാണെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന എല്ലാ സ്ഥലത്തും ഇത്തവണ UDF ആണ് മുന്നിൽ വന്നിരിക്കുന്നത്. പ്രവർത്തകർ UDF-നൊപ്പമാണെന്നുള്ളതിൻ്റെ തെളിവ്. അവർ ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുന്നു. ഇവിടെ ഇടുക്കി ഉൾപ്പെടെ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഡീൻ കുര്യാക്കോസിനും വ്യക്തമായ ഭൂരിപക്ഷം, ഫെബ്രുവരി തന്നെ 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇടുക്കിയിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൃക്ഷത്തൈ വിതരണം ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യുവിന് നൽകിക്കൊണ്ട് മെഗാസ്റ്റാർ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൃക്ഷത്തൈ വിതരണം ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യുവിന് നൽകിക്കൊണ്ട് മെഗാസ്റ്റാർ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് മരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് ചില ഫൗണ്ടേഷൻസ് ഉണ്ട്. ഞങ്ങൾ സ്കൂളുകളിലൊക്കെ 40,000, 50,000, 60,000 മരങ്ങൾ നടുന്നുണ്ട്. എല്ലാ സ്കൂളുകൾ നോക്കണം. ഞങ്ങളുടെ ആർമിയിലുള്ള ഞങ്ങൾക്ക് സെക്ടറുണ്ട്. ഏതാണ്ട് 5 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ മരങ്ങളൊക്കെയാണ് നടുന്നത്. അപ്പം ഞാൻ ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ കാരണം ഞാൻ പക്ഷേ ഇതിനെ പരിപാലിക്കണം, അതും കൂടെ ചെയ്യണം. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ബാക്കി കൂടെ നോക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് ധർമ്മമുണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോജക്റ്റ് പണങ്കായ് തൊഴിലേക്ക് പശുവേണ്ടി വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു. ഇത് വലിയൊരു പ്രോജക്റ്റ് ആവട്ടെ, ഒരുപാട് പേർക്ക് തൊഴിലവസരം കിട്ടട്ടെ, നമുക്ക് നല്ല കശുവണ്ടി ഇതിനുള്ള ഭാഗ്യം ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൈസി ഡെനിൽ, ആൻസി സോജൻ, മാത്യു കെ ജോൺ, KS ജോൺ, സിബി ദാമോദരൻ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, ഷൈനി സന്തോഷ്, KK രവി, മിനി ആന്റണി, ഡാനിമോൾ വർഗീസ്, ടെസിമോൾ മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഇളംദേശം BDO AJ അജയ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കിരിമണ്ണൂർ. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ മാവിന്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു, സിസ്റ്റർ റെജിൻ, സ്റ്റാഫ് സെക്രട്ടറി റോണിഷ് ജോൺ, ജോബിൻ സി മാത്യു, റജീഷ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൈങ്കുളം സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ മാവിന്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 10 വയസ്സിൽ പോകുമ്പോഴേക്ക് ഇത് കായ്ക്കണം. നമുക്ക് പറയാൻ സാധിക്കും ഞങ്ങളൊക്കെ വെച്ച മാവാണ് ഇത് കായ്ച്ചു ഇല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒത്തിരി മരങ്ങളൊക്കെ കുറേ മരങ്ങളൊക്കെ വെട്ടി കളയാൻ പോവുക. കാരണം വലിയ മരങ്ങൾ ഇതൊരു അപകടമാണ്. അതുകൊണ്ട് ചെറിയ മരങ്ങൾ ഇവരുള്ളതൊക്കെ വെച്ച് പിടിച്ച് നമുക്ക് നമ്മൾ വീട്ടിലും വെക്കണം. ഇവിടുന്നൊക്കെ മരം പരിപാലിക്കുന്നു. ഹെഡ്മാസ്റ്റർ സോണി മാത്യു, സിസ്റ്റർ റെജിൻ, സ്റ്റാഫ് സെക്രട്ടറി റോണിഷ് ടി ജോൺ, ജോബിൻ സി മാത്യു, റജീഷ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം, പ്രസംഗ മത്സരം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടികൾക്ക് സിഗി മാത്യു, ജോമി ജോർജ്, ബിസ്മി പയസ്, അൻവിൻ ജോസ്, തോമസ് ഫ്രാൻസിസ്, ജോസ് ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി കളക്ടറേറ്റിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവർ കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവർ
ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മുടെ ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കിയും അനാവശ്യമായി മരങ്ങൾ മുറിക്കാതെയും വരും തലമുറയ്ക്ക് മാതൃക കാട്ടണമെന്ന് കളക്ടർ പറഞ്ഞു. പരിസ്ഥിതി സ്നേഹം ഒരു ദിവസത്തെ ആഘോഷം മാത്രമായി ചുരുക്കാതെ എപ്പോഴും പ്രകൃതിയോട് കരുതൽ കാട്ടണമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം മാത്രമല്ല നമ്മൾ പരിസ്ഥിതിയെ ആലോചിക്കേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട്. ഒരു ദിവസം നമ്മൾ മരം തൊട്ടുകൊണ്ട് നമ്മുടെ കടമ ഇവിടെ തീരുകയല്ല. ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ മൊത്തം ഈ പരിസ്ഥിതിക്ക് ഒരു ആഘാതം ഏൽപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും അശ്രാന്തമായി പരിശ്രമിക്കേണ്ടത്. കളക്ടറേറ്റിലെ ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിലൂടെ UDFന്റെ കോട്ട സംരക്ഷിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായും UDF നേതാക്കൾ പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിലാണ് UDF പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. എക്സിറ്റ് പോളുകളെല്ലാം ഇന്ത്യ മുന്നണി പിന്നിലാണ് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ വോട്ടിംഗിൽ പരിശോധിച്ചപ്പോൾ ഇന്ന് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ നടത്തുന്ന പേരോട്ടം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഈ രാജ്യത്തെ മതേതര മുന്നണികൾ സംരക്ഷിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിക്കും UDFനും ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇടുക്കി ജില്ല UDFന്റെ കോട്ടയായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡീൻ കുര്യാക്കോസിന് വേണ്ടിയിട്ട് കൈ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണെന്നും ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിലൂടെ UDFന്റെ കോട്ട സംരക്ഷിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതായും ഷാജി പൈനാടത്ത് പറഞ്ഞു. UDF നേതാക്കളായ PA അബ്ദുൾ റഷീദ്, TH അബ്ദുൾ സമദ്, M ഉദയസൂര്യൻ, KA സിദ്ദിഖ്, ഷാരി ബിനു ശങ്കർ, N മഹേഷ്, ഉമ്മർ, പ്രിയങ്ക മഹേഷ്, വിജയകുമാരി, ഉദയസൂര്യൻ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഇളന്തേശം ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവം നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹലീമ നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി നവാഗതരെ സ്വീകരിച്ചു. ഇളന്തേശം ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവം നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹലീമ നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി നവാഗതരെ സ്വീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രസന്നൻ, വാർഡ് മെമ്പർമാരായ പോൾസൺ മാത്യു, ബിനുമോൻ TC, ഷൈനി സുനിൽ, കരിമണ്ണൂർ BPC TP മനോജ് എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ ഹെഡ്മാസ്റ്റർ KS അബ്ദുൽ ഖാദർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് PK വഹീദ നന്ദിയും പറഞ്ഞു. തുടർന്ന് രക്ഷിതാക്കൾക്കായി നടന്ന ബോധവൽക്കരണ ക്ലാസ് ജോൺസൺ മാത്യു നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി ക്ഷീരോത്പാദന സംഘത്തിൽ നിന്നും ശീതീകരിച്ച പാൽ നേരിട്ട് മിൽമയിലെത്തിക്കുന്ന ശീതീകരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി ശീതീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാചരണവും മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ MD ജയൻ ഉദ്ഘാടനം ചെയ്തു. മിൽമ ഡയറക്ടർ ബോർഡ് അംഗം PS നജീബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പരിസ്ഥിതി സന്ദേശം നൽകി. വാരപ്പെട്ടി ക്ഷീരോത്പാദന സംഘത്തിന്റെ സ്വന്തം കെട്ടിടത്തിൽ ആരംഭിച്ചിട്ടുള്ള ശീതീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാചരണവും മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ MD ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പാലിന് കുറവുണ്ടായിരിക്കും. പാലിന്റെ സംഭരണം കൂടുമ്പോൾ അവിടെ കൂടി നമ്മുടെ ഏറ്റവും കൂടുതൽ BMC അടുത്തുള്ള പ്രദേശമായി ഇത് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ 1000 BMC ആണ് വയ്ക്കുന്നത്. അജീവ് പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഈ പറഞ്ഞത് വേറെ BMC പാലളക്കുമ്പോൾ വിലയിൽ ചില കുറവുകൾ വന്നിരുന്നു. ഇനി നമ്മളളക്കുമ്പോൾ നമ്മളളക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വില ഇടാമെന്നാണ് വലിയ വിചാരിക്കുന്നതെങ്കിൽ കഞ്ഞിവേ നടക്കൂല. പക്ഷെ യഥാർത്ഥ വില നമുക്ക് കിട്ടും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ നല്ല പാല് കൊണ്ട് നടക്കണം. നല്ല പാല് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വില നിങ്ങളുടെ സംഘത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് അങ്ങനെയല്ല പരിശോധിച്ച് ഇപ്പോൾ പരാതിക്ക് അടിസ്ഥാനമില്ല. ഇപ്പോൾ അവിടെ വേറെ സ്ഥലത്ത് അയക്കുമ്പോൾ പാല് മോശമാണ് അവർക്ക് പറയാം, നിങ്ങൾക്ക് നല്ല പാലാണെന്ന് പറയാം. ഇല്ല അങ്ങനെയൊക്കെ. മിൽമ ഡയറക്ടർ ബോർഡ് അംഗം PS നജീം അധ്യക്ഷനായി. ചടങ്ങിൽ വാര്യപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. മിൽമ എറണാകുളം യൂണിയൻ മുൻ ചെയർമാൻ ജോൺ തെരുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, പഞ്ചായത്ത് അംഗം KK ഹുസൈൻ, ഇളങ്ങവം ആംകോസ് പ്രസിഡന്റ് നോബി എ കൊറ്റം, മേരി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്ക് ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കഴിഞ്ഞ ദിവസം നിര്യാതനായ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ TM എബ്രാഹിമിന്റെ സംസ്കാരം തൊടുപുഴ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നടന്നു. വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സന്ദേശം നൽകി. മാർ ജോർജ് പുന്നക്കോട്ടിൽ തെനങ്കുന്ന് പള്ളിയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ടൗൺ പള്ളി വികാരി റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ തുടങ്ങി നിരവധി വൈദികരും സന്യാസിനികളും പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷകളുമാണ്. ഇന്ന് മക്കളിലൂടെ ആ ശുശ്രൂഷ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മാത്യു ഡോക്ടറും തോമസ് ഡോക്ടറും ജേക്കബ് ഡോക്ടറും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അതുപോലെ ബന്ധുമിത്രാദികളെല്ലാം അനേകം സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ
സഹപ്രവർത്തകരായിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കണ്ട് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. അവസാനം വരെ നല്ല സുബോധത്തോടു കൂടി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. രോഗിയായിരുന്നു, ആ കാര്യം അറിയാമായിരുന്നു. എന്നോട് പറഞ്ഞ് ഞാൻ ജീവിക്കില്ല. ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, കുഴപ്പമൊന്നും ഉണ്ടാകില്ല, എനിക്കറിയാമോ അതിനാണ് ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ എല്ലാം തയ്യാറായി ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് അർപ്പിച്ചതിന് 1000 ഇരട്ടി ദൈവം തന്നു. ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നന്ദിയുടെ ആ പ്രകടനം ആയിരുന്നു അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞാൻ വർക്ക് ചെയ്തത് നമ്മൾ കോതമംഗലം രൂപതയിൽ സാധാരണ രൂപതാ ദിനം നടത്തുമ്പോൾ ആദരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആദര ശുശ്രൂഷയിലൂടെ രോഗികളും ദരിദ്രരുമായിട്ടുള്ളവരെ ഏറെ സഹായിച്ചിരുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ നമ്മളൊന്നും അറിയാത്ത ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സഹചാരിയായ CD എന്ന് പറയുന്ന സഹോദരനുണ്ട്. അദ്ദേഹത്തോട് പറയുകയായിരുന്നു, നമ്മളൊന്നും അറിയാത്ത ഒത്തിരിയേറെ സഹായങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു, നമുക്കറിയില്ലല്ലോ. അപ്പം അതിന് പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, രോഗികളോട് ഏറെ സ്നേഹവും പ്രതിബദ്ധതയുണ്ടായിരുന്ന ഈ ഡോക്ടർ തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് നമ്മുടെ അടുക്കൽ നടന്നു പോയെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. അക്കാഡമിയിൽ നിന്ന് തന്ന ടെക്നിക്സും സ്ട്രാറ്റജീസും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇവിടുത്തെ റിയൽ ടൈം ടെസ്റ്റ് പ്രാക്ടീസസും കൊണ്ട് എനിക്ക് എൻ്റെ സ്കോർ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ്.
അതായത് ഒരു ഇൻ്റർവ്യൂയുടെ മുന്നിൽ ഇരുന്ന് നെർവസ് ആകണ്ട. എല്ലാം സിമ്പിൾ ആൻഡ് ഈസി ടു ഹാൻഡിൽ. പിന്നെ റിസൾട്ടിനായി കാത്തിരിക്കുകയും വേണ്ട. വെറും 48 മണിക്കൂറിൽ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ. സ്വിഫ്റ്റ് ആൻഡ് റെഡി ടു മൂവ്. ലാസ്റ്റ് വീക്ക് പ്രിപ്പറേഷൻസ് എനിക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലൈക്ക് ഡെയിലി ഉള്ള മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എക്സാമിന് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം. ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ. പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ. ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരൂ, മെയ് 10 മുതൽ 16 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തൊടുപുഴ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ 10 ദിവസം കൂടി നീട്ടിയിരിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ മെയ് 1 മുതൽ 10 വരെ നീട്ടിയിരിക്കുന്നു. ഈ സുവർണാവസരം എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തൂ. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, തൃപ്രയാർ, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി. വരാനിരിക്കുന്ന കടുത്ത ചൂടിനെ ശമിപ്പിക്കണ്ടേ? എങ്കിൽ തയ്യാറായിക്കോളൂ ഫ്രീസിംഗ് പോയിന്റിനൊപ്പം. ലോകത്തിലെ നമ്പർ 1 എയർ കണ്ടീഷൻ എന്നറിയപ്പെടുന്ന മിത്സുബിഷിയുടെ ജില്ലയിലെ ഏക ഓതറൈസ്ഡ് ഡീലറായ ഫ്രീസിംഗ് പോയിന്റ് ദൈക്കിൻ, ജനറൽ, ബ്ലൂ സ്റ്റാർ, ഒണീഡ, ഹിറ്റാച്ചി, പാനസോണിക്, ആൻസ്റ്റാർ തുടങ്ങിയ ബ്രാൻഡുകളുടെയും എയർ കണ്ടീഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എയർ കണ്ടീഷൻ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 29 വർഷത്തെ പ്രവർത്തന പരിചയവും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ മികച്ച സർവീസും ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us. ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം. ബാക്ക് ടു സ്കൂൾ അറ്റ്ലസ് ഒരുക്കുന്ന വൻ ഓഫറുകൾ. ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 349 രൂപ മുതൽ. ട്രെൻഡി പപ്പി ബാഗുകൾ 149 രൂപ മുതൽ. കിഡ്സ് അംബ്രല 199 മുതൽ. വാട്ടർ ബോട്ടിൽ 69 രൂപ മാത്രം. കിഡ്സ് ബെൽറ്റുകൾ 29 രൂപ മുതൽ. സ്റ്റുഡൻസ് ബെൽറ്റുകൾ 49 രൂപ മാത്രം. പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സ് 29 രൂപ മുതൽ. പെൻസിൽ പൗച്ച് 19 രൂപ മുതൽ. കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ 2 എണ്ണം വാങ്ങുമ്പോൾ 1 സൗജന്യം. സ്കൂബിയുടെ ബാഗുകൾ വൻ വിലക്കുറവിൽ. സ്കൂൾ കിറ്റിന് വെറും 799 രൂപ മാത്രം. സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു. അറ്റ്ലസ്, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, തൃപ്രയാർ. കോതമംഗലം രൂപതയുടെ കീഴിൽ 2001 വാഴക്കുളം ആസ്ഥാനമായി സ്ഥാപിതമായ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ ബിടെക് കോഴ്സുകളും ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന 4 വർഷത്തെ ഡിഗ്രി കോഴ്സും MBA, MTech ഉൾപ്പെടെ 4 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളുമാണ് നിലവിൽ വിശ്വജ്യോതിയിൽ ഉള്ളത്. എന്താ മോളെ ചെയ്യുക? കുറച്ച് സ്വർണം ചിട്ടി കൂടി അച്ഛൻ വാങ്ങിയതാ. അതാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ. അതോർത്ത് ഇനി അച്ഛൻ വിഷമിക്കണ്ട. എന്റെ പഠിത്ത കാര്യത്തിനല്ലേ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ചേട്ടൻ വിഷമിക്കണ്ട, അതിനൊരു മാർഗമുണ്ട്. പണയത്തിയിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കുന്നതിനും അതിന് മറ്റാരും നൽകാത്ത വില നൽകുന്നതുമായ ഒരു സ്ഥാപനമുണ്ട്. അതേത് സ്ഥാപനമാണ്? അച്ചായൻസ് ഗോൾഡ്. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം.
കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവല്ലേ അച്ഛാ? സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. അച്ചയൻസ് ഗോൾഡിൽ NRI ഉത്സവ്. വിദേശ പഠനം, ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സ്വർണം വിൽക്കുമ്പോൾ ബ്രാൻഡഡ് ട്രോളി ബാഗ് സമ്മാനം. നിങ്ങളുടെ സ്വർണത്തിന് ഞങ്ങൾ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ സഹായിക്കുന്നു. 18 വർഷത്തെ സേവന പാരമ്പര്യം. മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി 20 ഷോറൂമുകൾ. അച്ചയൻസ് ഗോൾഡ്. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല. വിദേശത്ത് നഴ്സിംഗ് ജോലി നേടണമെങ്കിൽ OET വേണം. OET സ്കോർ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമായി OET ടെസ്റ്റിനെ പറ്റി ആഴത്തിലറിവുള്ള ഒരു മെന്റർ വേണം. തുടർച്ചയായ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഏകദേശ സ്കോർ ഉറപ്പാക്കണം. പെട്ടെന്ന് സ്കോർ ഉറപ്പാക്കാൻ അഡ്വാൻസ്ഡ് OET ടിപ്സ് ആൻഡ് ടെക്നിക്സ്. ഇതെല്ലാം ഇപ്പോ ഇത് എവിടെ നിന്ന് കിട്ടാനാ? സിമ്പിൾ. കോതമംഗലത്തെ മെന്റർ അക്കാഡമിയിൽ നിന്ന്. നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് അവർ ഇൻഡിവിജ്വലി അവർ പറഞ്ഞു തരും. നമ്മൾ അതായിരിക്കും നെക്സ്റ്റ് ഡേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഉടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ആഘോഷമേതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ. ഫോൺ 04862 222 314. വാർത്തകൾ തുടരുന്നു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഇടവെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ നടീൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സെലീനാമ മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എബ്രാഹിം സെബാസ്റ്റ്യൻ ഫലവൃക്ഷ തൈ നടീൽ നടത്തി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഇടവെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ നടീൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സെലീനാമ മുഖ്യപ്രഭാഷണം നടത്തി. കഴിക്കാൻ വന്നപ്പം കോഴിയമ്മ പറഞ്ഞു, അവിടെ നിൽക്കേ ആരാ നെൽക്കതിരെടുത്തോണ്ട് വന്നേന്ന് ചോദിച്ചു. അപ്പം കോഴിമക്കൾ പറഞ്ഞു അമ്മ, കോഴിയമ്മ എന്ന് പറഞ്ഞു. ആരാ അത് കുത്തിയാക്കിയെന്ന് ചോദിച്ചപ്പം കോഴിമക്കൾ എന്ത് പറഞ്ഞു? അമ്മ, കോഴിയമ്മ എന്ന്. ആരാ അതിനെ പൊടിച്ചെന്ന് ചോദിച്ചപ്പോൾ
കോഴിയമ്മ എന്ന് പറഞ്ഞു. പറയേ കോഴിയമ്മ എന്ന് പറഞ്ഞു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എബ്രഹാം സെബാസ്റ്റ്യൻ ഫലവൃക്ഷ തൈ നടീൽ നടത്തി. ഇടവെട്ടി കൃഷി ഓഫീസർ ബിൻസി കെ വർക്കി, അസിസ്റ്റന്റ് അനില, അധ്യാപകരായ ഷഹന കരീം, നസീറ നൌഷാദ്, ഷർമിമോൾ എം, CRC കോർഡിനേറ്റർ അഞ്ജന, സോൾജി അനീഷ്, PT എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് തങ്കപ്പൻ, കൃഷികൾക്ക് നേതൃത്വം വഹിക്കുന്ന തങ്കപ്പൻ, രാധ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. ഇനി ഒരു കൗതുക കാഴ്ച. തൊടുപുഴ ഭാരത് അലുമിനിയം ഉടമ കരിങ്കുന്നം വെട്ടുകല്ലിൽ ഷിജു തോമസിന്റെ വീട്ടുമുറ്റത്ത് നിശാഗന്ധി പൂവിട്ടപ്പോൾ മുതലക്കോടം ഓലയിടത്തിൽ ജോഷി പകർത്തിയ ദൃശ്യങ്ങൾ. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് വഴിയാത്രക്കാർക്കും മാർക്കറ്റിലെ തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു. പോസ്റ്റിന്റെ ചുവടിളകി നിലം പതിക്കാറായ നിലയിലാണ്. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതരോട് പറയുമ്പോൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് വഴിയാത്രക്കാർക്കും മാർക്കറ്റിലെ തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു. പോസ്റ്റിന്റെ ചുവടിളകി നിലം പതിക്കാറായ നിലയിലാണ്. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ അധികൃതരോട് പറയുമ്പോൾ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. 3-4 വർഷമായി ഈ പോസ്റ്റ് ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിനെതിരെ മാർക്കറ്റിലെ തൊഴിലാളികൾ പരാതി കൊടുത്തിരുന്നു. എന്നാൽ അധികൃതർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. വൈദ്യുതി ലൈൻ താഴ്ന്നു നിൽക്കുന്നത് മൂലം വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ലൈൻ കമ്പി പൊട്ടി ആളുകളുടെ ദേഹത്ത് വീഴാറായ നിലയിലാണ്. ഈ മാർക്കറ്റിൻ്റെ ഇവിടെ നിൽക്കുന്ന ഈ പോസ്റ്റ് 3-4 വർഷമായിട്ട് അപകടമാകുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാത്തതുകൊണ്ട് കുറേ 3-4 വർഷമായി. ഇതിനെപ്പറ്റി ഞാൻ നേരിട്ട് തന്നെ അവരോട് കംപ്ലയിൻറ്റ് പറയുകയും അവർ വെള്ളപ്പേപ്പറിൽ പരാതി തരാനും പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളപ്പേപ്പറിൽ പരാതി കൊടുത്തു, അതിനുമില്ല. നേരിട്ട് ചെന്ന് ഒരുപാട് തവണ പരാതി പറഞ്ഞു, ഇവിടുന്ന് ഫോണിൽ കൂടെ പറഞ്ഞു, ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. ഇതിപ്പം കുറേ ദിവസമായിട്ട് ഞങ്ങളിപ്പം ഈ ലൈനാണെങ്കിൽ താന്ന് വരുന്നതുകൊണ്ട് വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തട്ടി ആൾക്കാരുടെ ദേഹത്തോട്ട് വീഴുക എന്നുള്ള പേടി കൊണ്ടാണ് ഇത് താഴെ വീണ് ആൾക്കാരുടെ മുകളിൽ വീണ് ആൾക്കാരുടെ മരണം നടന്നതിന് ശേഷമാണ് ഇത് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇനി മാർഗം? പോസ്റ്റ് മറിഞ്ഞു വീണ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാലേ പോസ്റ്റ് മാറ്റുമെന്ന നിലപാടിലാണ് KSEB ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമെന്ന് പാർട്ടി ചെയർമാൻ PJ ജോസഫ്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിഷയത്തെ വിതരണം സിനിമാ താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവർ ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. കഴിഞ്ഞ ദിവസം നിര്യാതനായ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ TM എബ്രഹാമിന്റെ സംസ്കാരം തൊടുപുഴ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.